ഏലപ്പാറ ടൗണിൽ ലോഡ്ജ് മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പ്രതി പോലീസ് പിടിയിലായി. വെസ്റ്റ് ബംഗാൾ നാദിയ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലാണ് പിരിമേട് പോലീസ് പിടിയിലായത്. പ്രതിയെ ഏലപ്പാറയിലെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. മരിച്ച കോരമംഗലം സ്വദേശിയായ മനു ജോസഫിന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഏലപ്പാറ ടൗണിലെ ലോഡ്ജ് മുറിയിൽ കോതമംഗലം കുട്ടമ്പുഴ സ്വദേശി മനു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ വെസ്റ്റ് ബംഗാൾ നാദിയ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് കോട്ടയം പീരിമേട് പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്നത്. കൊലപാതകത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടികൂടിയത്. തുടർന്ന് പീരിമേട് സ്റ്റേഷനിൽ പ്രതി എത്തിച്ചതിനു ശേഷം ചോദ്യം ചെയ്തു. മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് ഏലപ്പാറയിൽ സംഭവ സ്ഥലത്ത് പ്രതി എത്തിച്ച് പീരിമേട് പോലീസ് തെളിവെടുത്തു. പീരിമേട് ഡിവൈഎസ്പി സാജു വർഗീസ്, CI ഗോപിചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. ഏലപ്പാറ ടൗണിലെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫ് സൈഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിലായിരുന്നു താമസം. മനു ജോസഫിന്റെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്ത് മാരകമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായത് സംശയത്തിനിടയാക്കി. കൊല്ലപ്പെട്ട ആളെക്കുറിച്ചോ കൂടെയുണ്ടായിരുന്ന ആളെക്കുറിച്ചോ തുടക്കത്തിൽ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പീരിമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഊർജിതമായ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സൈഫുദ്ദീൻ മണ്ഡലാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതി നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. കോട്ടയം ജില്ലാ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിനൊടുവിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്.